ജീവനുള്ള നിത്യദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധമായൊരു പുതിയ പുസ്തക പഠനത്തിലാണ് റോമർക്കെതി ലേഖനം. അതിൻ്റെ 60-ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിലൂടെ രചിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിനാൽ നൽകപ്പെട്ട പുതിയ നിയമത്തിലെ ഏറ്റവും ഈടുറ്റ ഗ്രന്ഥം. ഒരു വിശ്വാസിയായി തീർന്ന മനുഷ്യൻ കർത്താവ് യേശുവിനെ സ്വീകരിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് വിശ്വാസ ജീവിതം ആരംഭിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ പുതിയ നിയമത്തിലെ ഒരു പുസ്തകവും ബൈബിളിലെ ഒരു പുസ്തകവും തനിക്ക് വ്യക്തമായി പഠിക്കുവാൻ സാധിച്ചില്ല. റോമാലേഖനം മാത്രമാണ് തനിക്ക് വിശദമായി പഠിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ ആ വ്യക്തിക്ക് തൻ്റെ ജീവിതയാത്ര തേജസ്കരണത്തിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായ അടിസ്ഥാന വിഷയങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അത്രമാത്രം ഔന്നിത്യം നിറഞ്ഞ ഉദാത്തമായ ശ്രേഷ്ഠമായ ഒരു പുസ്തകമാണ് റോമാലേഖനം. ഇപ്പോൾ റോമാലേഖനത്തിൻ്റെ രൂപരേഖ നാം പരിശോധിക്കുമ്പോൾ ആദ്യ ഭാഗം ഉപദേശപരമായ ഭാഗം. അതിലടങ്ങുന്നത് ശിക്ഷാവിധി, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. 4 കാര്യങ്ങൾ. ആദ്യത്തെ ശിക്ഷാവിധി, 2 നീതീകരണം, 3 വിശുദ്ധീകരണം, 4 തേജസ്കരണം. ക്രിസ്ത്യാനിത്വത്തെ ഒരു വിശുദ്ധമായൊരു വലിയ ഭദ്രാസനം, ഒരു വലിയ കെട്ടിടം ആയിട്ട് നാം ചിന്തിച്ചാൽ അതിൽ ശിക്ഷാവിധി എന്ന് പറയുന്ന കാര്യങ്ങൾ, അതായത് 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ പരാമർശിക്കുന്ന മനുഷ്യകുലത്തിൻ്റെ ശിക്ഷാവിധിയെ വിവരിച്ച വേദഭാഗങ്ങൾ നിലം ഒരുക്കുന്ന ഒരു അവസ്ഥയെ കാണിക്കുന്നു. കെട്ടിടം പണിയാൻ വേണ്ട നിലം ഒരുക്കുകയാണ്. തുടർന്ന് 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ാം അധ്യായം 21 വരെയുള്ള വേദഭാഗത്തെ ഈ കെട്ടിടത്തിന് ആവശ്യമായ ഉറപ്പുള്ള അടിസ്ഥാനമിടുന്നതിനെക്കുറിച്ചാണ്. ഈ കെട്ടിടത്തിൻ്റെ യഥാർത്ഥത്തിൽ ആവശ്യമായ ഉറപ്പുള്ള ആഴമുള്ള അടിസ്ഥാനം ഇടുന്നതിനെക്കുറിച്ചാണ്. 3-ാമത്തെ വിഭാഗമായ വിശുദ്ധീകരണം എന്നുള്ളത് 6ഉം 7ഉം അധ്യായത്തിൽ പരാമർശിക്കുന്നു. അത് ഈ കെട്ടിടത്തിൻ്റെ ആ കെട്ടിടത്തെക്കുറിച്ചാണ്, സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതിൻ്റെ മുറികൾ, തൂണുകളൊക്കെ അടങ്ങുന്ന ആ സംഭവത്തെക്കുറിച്ചാണ്. അവസാനമായ തേജസ്കരണം 8-ാം അധ്യായ റോമാലേഖനം. ആ തേജസ്കരണം എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള താഴികക്കുടം എന്ന് വേണമെങ്കിൽ പറയാം. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ വലിയ താഴികക്കുടമുണ്ട്. അതാണ് തേജസ്കരണം, 8-ാം അധ്യായം. അപ്പോൾ നാം ഇപ്പോൾ നിലമൊരുക്കി കഴിഞ്ഞു. 1-ാം അധ്യായത്തിന് 18 മുതൽ 3-ന്റെ 20 വരെ സർവ്വലോകവും സകല ജനങ്ങളും പാപത്തിന് കീഴിലാണ്, ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. അതാ ആ കണ്ടം ശിക്ഷാവിധി. നിലമൊരുക്കി കഴിഞ്ഞു. ഇപ്പോൾ നാം കെട്ടിടത്തിനാവശ്യമായ അടിസ്ഥാനമിടാൻ വേണ്ടിയുള്ള ഒരുക്കം തുടങ്ങുകയാണ്. നീതീകരണമാണ് അടിസ്ഥാനം. 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി തെളിയിച്ചെന്നു ഒരു വിശേഷതയില്ല. യഹൂദന്മാരും യവനന്മാരും, അതായത് പുറജാതികൾ ഒരുപോലെ പാപത്തിൻ്റെ കീഴിലാണ്. നന്മ ചെയ്യുന്ന ആരുമില്ല, നീതിമാൻ ആരുമില്ല. 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ വളരെ വേദനാജനകമായ, വളരെയധികം നമ്മളെ അസ്വസ്ഥതയുളവാക്കുന്ന, നിരാശയുളവാക്കുന്ന ചിത്രമാണ്. ഇരുണ്ട നിറങ്ങൾ കൊണ്ട് മാത്രം എഴുതിയ, മ്ലാനതയും മൂകതയും നിറഞ്ഞൊരു ചിത്രമാണ്, ചായക്കുട്ടുകൾ കൊണ്ട് രചിച്ച ചിത്രമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്, ശിക്ഷാവിധി എന്ന ഭാഗം. പക്ഷേ 21-ാമത്തെ വാക്യം റോമാലേഖനം 3 തുടങ്ങുന്നത് ഇപ്പോഴോ എന്ന് പറഞ്ഞുകൊണ്ട്, ഇംഗ്ലീഷിൽ ബട്ട് നൗ ബട്ട് എന്ന് യവന ഭാഷയിൽ ഇപ്പോഴോ. ഈ മൂകവും മ്ലേച്ഛതയും നിറഞ്ഞ വളരെയധികം മ്ലാനതയും നിരാശയും നിറയുന്ന ഒരു ചിത്രമായിട്ട് ഇതുവരെ നമ്മൾ കണ്ടു. മനുഷ്യവർഗത്തിൻ്റെ ശിക്ഷാവിധി, എല്ലാവരും ഒരുപോലെ പാപത്തിന് കീഴിൽ, ന്യായവിധിയുടെ കീഴിൽ കിടക്കുന്നു, തുറക്കാൻ അനുവാദമില്ല. അപ്പോഴാണ് ഈ വാക്യം ഇപ്പോഴോ. അവിടെ ഇതാ ആ വാക്കിലൂടെ ഈ ദുരന്തത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള പാത, ആ പ്രകാശം തുറക്കുകയാണ്. ഈ നീതീകരണം എന്ന വിഭാഗം 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ന്റെ 21 വരെ, ഇത് 2.5 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. നമ്മൾ ആദ്യം അതിൻ്റെ 21 മുതൽ 26 വരെ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ ശരിക്കും മൂലഭാഷയിൽ ഒരു സെൻറ്റൻസാണ്.
6 വാക്യങ്ങളടങ്ങുന്ന, നമുക്ക് ബൈബിളിൽ 6 വാക്യങ്ങളായി കൊടുത്തിരിക്കുന്ന റോമർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെ ഒരു നീണ്ട സെൻറ്റൻസാണ്. അനവധി ദൈവശാസ്ത്രപരമായുള്ള സത്യങ്ങൾ ഒരു സെൻറ്റൻസിൽ കുറച്ച് വാക്കുകളിൽ ഒതുക്കി വച്ചിരിക്കുകയാണ്. വളരെ സമ്പന്നമായ വാക്കുകളാണ് ഈ 6 വാക്യങ്ങളിൽ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പദശേഖരം, ക്രിസ്തീയ വിശ്വാസത്തിൽ ഏതൊക്കെ വാക്കുകൾ പഠിക്കണമോ അതെല്ലാം ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വാക്കുകൾ പഠിക്കുന്നതിനായിട്ട് നമ്മൾ ചില പ്രത്യേകമായ വാക്കുകൾ, പദങ്ങൾ പരിശോധിക്കണം. അതിലൊരു പദമാണ് നീതീകരണം. നമുക്ക് ഈ വേദഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. റോമർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 21 മുതൽ 26 വരെ. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രയെ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ, 26-ാം വാക്യം, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. എത്ര സമ്പന്നമായ പദങ്ങളാണ്. ഇപ്പോൾ നീതി പ്രഖ്യാപിക്കപ്പെടുകയാണ്. നീതീകരണം ഇതാ അവതരിപ്പിക്കപ്പെടുന്നു. 1-ാം അധ്യായ റോമലേഖനത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ ഈ വിഷയം പൗലോസ് പരാമർശിച്ചിരുന്നു. അതിൻ്റെ ആമുഖത്തിൽ 18-ാം വാക്യം മുതലാണ് തൻ്റെ ആദ്യത്തെ ഭാഗം ആരംഭിച്ചത്. പക്ഷേ 16-17 വാക്യങ്ങളിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ, അതായത് സുവിശേഷത്തിൽ, ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്തിലാൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 16-17 വേദഭാഗങ്ങളിൽ പൗലോസ് പരാമർശിക്കാൻ ആരംഭിച്ച വിഷയം നീതീകരണം. ആ വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? ദൈവം കൃപയാൽ നൽകിത്തന്ന ഒരു ക്രമീകരണം. എന്തിന്? മനുഷ്യകുലത്തെ ബലപ്പെടുത്തുന്നു, ദൈവവുമായി ശരിയായൊരു ബന്ധം അനുഭവിക്കുവാൻ. ഇതാണ് ആ വാക്കിൻ്റെ ആശയം. മനുഷ്യകുലത്തെ ദൈവം ബലപ്പെടുത്തുകയാണ്, ശക്തി പകരുകയാണ്. താനുമായൊരു യഥാർത്ഥ ശരിയായ ബന്ധം മനുഷ്യന് അനുഭവിക്കുവാൻ ഈ ക്രമീകരണം ദൈവം സൗജന്യമായി തരുന്നതാണ്. അതാണ് നീതീകരണം എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവം സൗജന്യമായി നമുക്ക് ഒരുക്കി തരുന്ന അനുഗ്രഹം, ക്രമീകരണമാണിത്. പ്രാപ്തി തരികയാണ്, ബലം തരികയാണ്. ദൈവവുമായി ശരിയായൊരു ബന്ധം അനുഭവിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുക. അപ്പോൾ ഈ ഒരു ചിന്ത പൗലോസ് 1-ാം അധ്യായത്തിൽ പരാമർശിച്ചു. അവിടെ വെച്ച് തുടങ്ങുന്നതിന് മുമ്പ് അതിനൊക്കെ ഇടയ്ക്ക് മറ്റ് ചില കാര്യങ്ങൾ പൗലോസ് അവതരിപ്പിച്ച കാര്യങ്ങൾ 1-18 മുതൽ 3-20 വരെ എന്തുകൊണ്ട് മനുഷ്യന് ദൈവത്തിൻ്റെ നീതീകരണം വേണം എന്നുള്ളതായിരുന്നു. നീതീകരണത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളതാണ് ഈ ശിക്ഷാവിധി എന്ന ഭാഗത്തിൽ 1-18 മുതൽ 3-20 വരെ അവതരിപ്പിച്ചത്. റോമലേഖനം പഠിക്കുമ്പോൾ കൃത്യമായി, വ്യക്തമായി നമുക്ക് ബോധ്യമുള്ളവരാകണം. അവസാനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിന് ശേഷം ഇപ്പോൾ താൻ ആരംഭിച്ച വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇപ്പോഴോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ വിധി വെളിപ്പെട്ടതാണ്. മനുഷ്യൻ ഇറക്കി കൊണ്ടുവന്നതല്ല, വില കൊടുത്ത് വാങ്ങിയതല്ല. ഉദാഹരണത്തിന് ഈ പുസ്തകം പഠിക്കുമ്പോൾ, ഈ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരവസ്ഥ. ഇപ്പോൾ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ വഴികാട്ടുന്ന ഒരാളുണ്ട്. അതിൽ നമ്മളെ വളരെ ദൂരത്ത് അവ്യക്തമായി കാണുന്ന ഒരു കെട്ടിടത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. ആ വിദൂരത്തിൽ കാണുന്ന മനോഹരമായ തലയുയർന്നു നിൽക്കുന്നൊരു കെട്ടിടം, അവിടേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ആ വഴി കാട്ടി നമ്മളെ കാട്ടിനകത്തൂടെ കൊണ്ടുപോയി. ഭയാനകമായ, അപകടം നിറഞ്ഞ, ഭീതിജനകമായ ശബ്ദങ്ങൾ നിറഞ്ഞ ഒരു താഴ്വരയിലൂടെ, ഇരുട്ടിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ്. നമ്മൾ ലക്ഷ്യത്തിൽ എത്തുമെന്നുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു.
അതാണ് നമ്മൾ 1-3-18-20 ഭയപ്പെടുത്തുന്ന ചിത്രമാണ്. ദൈവം കൈവിട്ട ശിക്ഷാവിധിയുടെ ചിത്രങ്ങളാണ്. അവസാനം ഈ കാട്ടിലൂടെ യാത്ര അവസാനിക്കുമ്പോൾ ആ ഇലക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ അതൊക്കെ വക മാറ്റി നമ്മുടെ കൺമുമ്പിൽ ആ ദൃശ്യം പ്രത്യക്ഷപ്പെടുകയാണ്. മനോഹരമായി പ്രകാശത്തോടെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടം, ഒരു വലിയ നഗരം. അതാണ് പൗലോസ് ഇവിടെ അവസാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ നീതീകരണം എന്ന വിഷയത്തിലേക്ക്, അത്ഭുതകരമായ വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ അപ്പോസ്തലൻ നമ്മെ നയിക്കുകയാണ്. പക്ഷെ കൊണ്ടുപോയ യാത്ര കൂരിരുൾ നിറഞ്ഞ ഭയാനകമായൊരു അന്തരീക്ഷത്തിലൂടെയാണ്. അപ്പോൾ 3-21 മുതൽ നീതീകരണം എന്ന വിഷയം ആരംഭിക്കുന്നു. ദുരന്തത്തിൽ നിന്ന് വിജയത്തിലേക്ക്. ഈ വിഷയങ്ങൾ വളരെയധികം തവണ കേൾക്കുന്ന നല്ലതാണ്. ഒരു പ്രാവശ്യം കേട്ടാൽ ദൈവം മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി അത് രേഖപ്പെടുത്തി വിവരിച്ചു തരുമ്പോൾ നമ്മൾ വ്യക്തമായി ബോധ്യപ്പെടണം. ഇപ്പോൾ ദൈവനീതി നമ്മൾ 21 വാക്യം മുതൽ 3 റോമാലേഖനം 21 മുതൽ 26 വരെ വായിച്ചു. ദൈവത്തിൻ്റെ നീതി ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താലുള്ള നീതിയാണ്. ഇതാണ് നീതീകരണത്തിൻ്റെ അടിസ്ഥാന മാർഗം. ക്രിസ്തു യേശുവിലെ വിശ്വാസം. ഇതാണ് സുവിശേഷത്തിൻ്റെ അന്തസത്ത കാതൽ. ഈ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. കാരണം ഓർമ്മിപ്പിച്ചുണർത്തേണ്ടത് ആവശ്യമെന്ന് പത്രോസ് പറഞ്ഞ പോലെ ചിലകൾ വീണ്ടും കേൾക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൗലോസ് 21 മുതൽ 26 വാക്യങ്ങളിൽ പരാമർശിച്ച ദൈവനീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയുള്ള സ്വഭാവം എന്ന നിലയിലല്ല. മനുഷ്യന് വേണ്ട നീതീകരണം ദൈവത്തിൻ്റെ നീതിയുള്ള സ്വഭാവത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്ന, പരാമർശിക്കുന്ന നീതീകരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാപനിമിത്തം ശാപത്തിനും ശിക്ഷാവിധിക്കും മാത്രം കാരണമായി തീർന്ന മനുഷ്യനെ ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ മാർഗം. വേറൊരു നിർവചനം നൽകിയാൽ, ഇപ്പം പാപനിമിത്തം ശാപമാണ്, ശിക്ഷാവിധി മാത്രമാണ് നമുക്ക് അർഹതയുള്ളത്. ആ അവസ്ഥയെ ദൈവം നമ്മളെ വിടുവിക്കാൻ ഒരുക്കിയ മാർഗമാണ് നീതീകരണം. വേറെ തരത്തിൽ പറഞ്ഞാൽ ദൈവം മനുഷ്യനെ തൻ്റെ മുമ്പിൽ നിർത്തുവാൻ തക്കവണ്ണം തന്നോടുള്ള ബന്ധത്തിൽ പുനഃസ്ഥാപിക്കുവാനുള്ള വഴിയാണിത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയവനാണ്, ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരെ മാറിപ്പോയവനാണ്, ദൂരസ്ഥരാണ്, ദൈവമുള്ള ബന്ധം തകർന്നവരാണ്. അവരെ തിരിച്ച് പുനഃസ്ഥാപിക്കുകയാണ്. താനുമായുള്ള ബന്ധത്തിൽ തിരികെ കൊണ്ടുവരാനുള്ള മാർഗമാണ് നീതീകരണം. അപ്പം ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അത് വെറും ഈ കോടതിയെ സംബന്ധിച്ച വാക്ക് പോലെ ഒരു വാക്കല്ല. നീതിശാസ്ത്രപരമായ കുറ്റം തെളിയിക്കാനുള്ള ഫോറൻസിക്കായിട്ടുള്ള ഒരു വാക്കല്ല. ദൈവം വെറുമൊരു ന്യായാധിപൻ മാത്രമല്ല, നമുക്കെതിരെയുള്ള വിധി പ്രസ്താവിക്കുന്ന ഒരു ന്യായാധിപൻ മാത്രമല്ല ദൈവം. ദൈവം വ്യക്തിപരമായി, ന്യായാധിപനാണെങ്കിൽ പോലും വ്യക്തിപരമായി ഇറങ്ങി വരുന്നു. അശരണരും പാപികളും ദ്രോഹികളും ദുഷ്ടരും ആത്മീകമായ മരണം അനുഭവിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ ദൈവം ഇറങ്ങി വരികയാണ്. ന്യായാധിപനാണ്, പക്ഷെ ന്യായാധിപൻ്റെ റോള് മാറ്റിവെച്ച് രക്ഷകൻ്റെ ദൗത്യം ഏറ്റെടുത്തു. പഴയകാലത്ത് രാജാക്കന്മാരും ന്യായാധിപന്മാരുമൊക്കെ ചെറിയ തരത്തിൽ ഇതിൻ്റെ നിഴലുകളാണ്. അങ്ങനെയാണ് ഈ ന്യായാധിപനെ ദൈവം നമുക്ക് ഇറങ്ങി. വെറുതെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നിയമങ്ങൾ, വിധികൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയല്ല. ആ പ്രതിക്കൂട്ടി നിൽക്കുന്ന കുറ്റവാളിക്ക് വേണ്ടി തൻ്റെ മകനെ യാഗമായി നൽകിക്കൊണ്ട്, അത് താൻ തന്നെ ഇറങ്ങി വന്നുകൊണ്ട് ആ പ്രതിയെ രക്ഷിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി റോമലേഖനം 1:16-17 വാക്യങ്ങളിൽ പറഞ്ഞത്, ആ വാക്യം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചാൽ ഇതിൻ്റെ 17 വാക്യത്തിൽ അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായി വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വന്നു. ഈ കൃപ വെളിപ്പെട്ട് ഉദിച്ചു വന്നു എന്ന് പറയുന്ന പോലെ ദൈവനീതി വെളിപ്പെട്ട് വരികയാണ്. ഇംഗ്ലീഷിൽ റിവീൽഡ്, വെളിപ്പെട്ട് വന്നു, മെയ്ഡ് നോൺ, അറിയിക്കപ്പെട്ടു, പ്രത്യക്ഷമായി. എവിടെ? സുവിശേഷം. അതിനെക്കുറിച്ചാണ് പൗലോസ് ലജ്ജയില്ലെന്ന് പറഞ്ഞത്. അതിൽ ദൈവത്തിൻ്റെ നീതി, മനുഷ്യനെ രക്ഷിക്കാനുള്ള മാർഗം, ദൈവത്തിന് മുമ്പിൽ മനുഷ്യനെ നിർത്തുവാനുള്ള, അവനെ ബലപ്പെടുത്താനുള്ള മാർഗം സുവിശേഷത്തിൽ വെളിപ്പെട്ടു. നിയമമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു നിയമം, മോശമുള്ള നിയമവും മറ്റൊരു നിയമവും മനുഷ്യനെ അങ്ങനെ ദൈവം പിടിച്ച് നിർത്തില്ല, യോഗ്യരാക്കില്ല. അത് 6-17 വാക്യങ്ങളിൽ പൗലോസ് സുവിശേഷം അനുസരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയും. റോമർ 6:17-18. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ലഭിച്ച ഉപദേശത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്. അതാണ് സുവിശേഷം. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾ കേട്ടതും നിങ്ങൾ പിടിച്ചുകൊള്ളുന്നതും നിങ്ങളെ രക്ഷിക്കുന്നതുമായ സുവിശേഷം. ക്രിസ്തു തിരുവെഴുത്ത് പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് ഇന്ന് ഞാൻ ഗ്രഹിച്ചു തന്നെ ആദ്യം നിങ്ങൾക്ക് അറിയിച്ചു തന്നു. നിങ്ങൾ പിടിച്ചുകൊള്ളണം. അതാണ് നിങ്ങളെ രക്ഷിക്കുന്ന സുവിശേഷം. അപ്പോൾ പൗലോസ് വ്യക്തമായിട്ട് തന്നെ ഈ വസ്തു അവതരിപ്പിക്കുകയാണ്. പ്രമാണമെന്ന ചട്ടം ഒരിക്കലും മനുഷ്യനെ രക്ഷിക്കില്ല. ദൈവം അതിനല്ല പ്രമാണം തന്നത്. വിശദമായി നമ്മൾ കണ്ടു മറ്റു പഠനങ്ങളിലൂടെയെല്ലാം. പ്രമാണം ഒരിക്കലും മനുഷ്യനെ രക്ഷിക്കുന്നില്ല, നീതീകരിക്കുന്നില്ല, സുഖപ്പെടുത്തുന്നില്ല, ബലപ്പെടുത്തുന്നില്ല. പാപപരിജ്ഞാനം മാത്രമാണ് തരുന്നത്. നമ്മുടെ അനീതി നിറഞ്ഞ സ്വഭാവത്തെ കാണിച്ചു തരികയാണ് പ്രമാണം ചെയ്യുന്നത്. കണ്ണാടി എന്ന പോലെ കുറവുകളെ കാണിച്ചു തരുന്നു. പക്ഷെ കണ്ണാടിക്ക് നമ്മുടെ മുഖം കഴുകാൻ കഴിവില്ല. സുവിശേഷത്തിന് മാത്രമാണ്, ഈ സുവിശേഷത്തിലാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടത്. ന്യായപ്രമാണത്തിൽ പാപത്തിൻ്റെ പരിജ്ഞാനമാണ്, ശിക്ഷാവിധിയാണ്. പക്ഷെ സുവിശേഷ ദൈവനീതി വെളിപ്പെട്ടു. അതാണ് വ്യക്തമായി ഇവിടെ പറയുന്നത്. പൗലോസ് ഇതിനകം വ്യക്തമായി ഇത് കാണിച്ചു തന്നു. സുവിശേഷത്തിൽ വെളിപ്പെട്ട ദൈവനീതി, അതായത് ക്രിസ്തുവേശു. സുവിശേഷം എന്നാൽ തന്നെ ക്രിസ്തുവാണ്. കർത്താവ് യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗമാണ്. ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർപ്പാണ്. നമ്മുടെ സ്ഥാനത്ത് മരിച്ച ദൈവപുത്രൻ്റെ ആ വലിയ സന്ദേശമാണ്. അതാണ് ദൈവനീതി. ഈ ദൈവത്തിൻ്റെ നീതി പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് പെട്ടെന്ന് ദൈവത്തിന് തോന്നിയ തോന്നലല്ല. ഈ നീതിയെക്കുറിച്ച് പഴയ നിയമം സാക്ഷ്യപ്പെടും. അതുകൊണ്ടാണ് 3:21 ഇങ്ങനെ പറഞ്ഞത്, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരുന്നു. 22 അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ന്യായപ്രമാണ പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും ചൂണ്ടിക്കാണിച്ചത്, വിരൽ ചൂണ്ടിയത് ഈ അനുഭവത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞത് പഴയ നിയമ വെളിപാടുകൾ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഈ ദൈവനീതി ന്യായപ്രമാണത്തിലൂടെയല്ല, ശരി, പക്ഷേ ന്യായപ്രമാണത്തിന് വിരോധമല്ല. പ്രമാണം ചൂണ്ടിക്കാണിച്ചു, കുറവുകൾ ചൂണ്ടിക്കാണിച്ച പ്രമാണം ചൂണ്ടിക്കാണിച്ചു, നിനക്ക് മറ്റൊരു സഹായകൻ വേണം. പ്രമാണത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. പ്രമാണത്തിലൂടെ നീ വീണ് കിടക്കുന്നു, നീ കുറവുള്ളവനാണ്, ദൈവത്തിൽ നിന്ന് അകന്നു കിടക്കുന്നവനാണ്, കുറ്റമുള്ളവനാണെന്ന് കാണിച്ചു തരിക മാത്രമാണ് ഈ കണ്ണാടി കാണിച്ചിരുന്ന പോലെ. പക്ഷെ രക്ഷിക്കാൻ കണ്ണാടിക്ക് കഴിയില്ല, കഴുകാൻ കണ്ണാടിക്ക് കഴിയില്ല, മുഖത്തെ കറുത്ത പാട് കഴുകിക്കളയാൻ കണ്ണാടിക്ക് കഴിയില്ല. ഞാൻ കിടക്കുന്നത് എവിടെയാണ്, കുറവുള്ളവനാണ് എന്ന് കാണിച്ചു തരുന്നു. മറ്റൊരു സഹായകൻ വേണം, മറ്റൊരു രക്ഷാമാർഗം വേണം. അത് ആവശ്യം ബോധ്യപ്പെടുത്തുന്നു, ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നു. അതാണ് പ്രമാണം ചെയ്യുന്നത്. ഇപ്പം പ്രമാണം നമ്മളെ രക്ഷിക്കുന്നില്ല, നീതീകരണം കിട്ടുന്നില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം പ്രമാണം ഈ നീതീകരണത്തിന് വിരോധമെന്നല്ല. ന്യായപ്രമാണം സാക്ഷ്യം പറയുന്നു ഈ പ്രമാണത്തിന്. അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ, ബാക്കി അടുത്ത പാഠത്തിൽ. ഇത് വളരെ കുറച്ച് ബൈബിളിൽ ഭാഷ പറഞ്ഞാൽ കട്ടിയായുള്ള ആഹാരമാണ്. അത് കുറച്ച് നമ്മൾ ഭക്ഷിക്കാവുള്ളൂ. അത് ദഹിക്കണം, അത് ധ്യാനിക്കണം. ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ വെളിപാടുകളിൽ ആധികാരികമായ ദൈവത്തിൻ്റെ ആധികാരിക മുദ്രയുള്ളതാണ്. പഴയ നിയമത്തിൽ ദൈവം പലതും ഈ അനുഭവത്തെക്കുറിച്ച് മുൻകൂട്ടി നിഴലായിട്ട് പറഞ്ഞു, വാഗ്ദാനങ്ങളിലൂടെ പറഞ്ഞു, പ്രവചനങ്ങളിലൂടെ പറഞ്ഞു. എബ്രായ തിരുവെഴുത്തുകളെല്ലാം ഈ ദൈവനീതി എന്ന ഉന്നതമായ വിഷയത്തെ സൂചിപ്പിച്ചിരുന്നു. ഉദാഹരണത്തിന്, കാരണം സുവിശേഷം യേശു തന്നെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം. കർത്താവ് യേശു യെരുശലേമിൽ വെച്ച് ഇപ്പോൾ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. ഇതറിയാതെ 2 ശിഷ്യന്മാർ നിരാശപ്പെട്ട് നടക്കുകയാണ് അവിടെ നാട്ടിലേക്ക്, എമ്മാവൂസ് എന്ന ദേശത്തിലേക്ക്. അങ്ങനെ നടക്കുന്ന അവരുടെ നടുവിലേക്ക് കർത്താവ് കൂടെ ചേർന്ന് നടക്കും. അവിടെ കണ്ണടഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ മനസ്സിൽ രക്ഷകനായി വിചാരിച്ചിരുന്ന, മശിഹാണെന്ന് വിചാരിച്ചിരുന്ന നസ്രായനായ യേശു ക്രൂസിൽ മരിച്ചു, അടക്കപ്പെട്ടു. അവരുടെ മനസ്സിൽ അതോടുകൂടി എല്ലാം അവസാനിച്ചു. പ്രത്യാശയെല്ലാം തകർന്നു. കർത്താവ് യേശു അവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിടെ കൂടെ നടക്കുകയാണ്. നമ്മുടെ ലൂക്കോസ് 24:25 അവരോട് സംസാരിക്കുമ്പോൾ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിട്ടില്ല ഈ 2 പേര്. പ്രവാചകന്മാർ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പെന്തക്കോസ്തിലെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ദാവീദ് പറഞ്ഞു, യെശയ്യാവ് പറഞ്ഞു, പലരും പറഞ്ഞു യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ
ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? മോശ തുടങ്ങിയത്, മോശയാണ് ആദ്യത്തെ 5 പുസ്തകങ്ങളുടെ കർത്താവ്. പഞ്ചേക ഗ്രന്ഥം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനം. ഇപ്പോൾ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും, എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും. ഇപ്പോൾ പഴയമ 39 പുസ്തകങ്ങളായ നമ്മളിന്ന് പറയുന്ന 39 പുസ്തകങ്ങൾ യഹൂദന്മാർ വിഭജിച്ചത് 3 ഭാഗങ്ങളായിട്ടാണ്. ഒന്ന് മോശയുടെ പുസ്തകം, പ്രവാചക പുസ്തകം, തിരുവെഴുത്ത്. തിരുവെഴുത്ത് സങ്കീർത്തനങ്ങളും സഭാപ്രസംഗിയും ഉത്തമഗീതവും യോബിൻ്റെ പുസ്തകം എല്ലാം ഉൾപ്പെടും. ഇപ്പോൾ എല്ലാ തിരുവെഴുത്തുകളും തന്നെക്കുറിച്ചുള്ളത്. ഇപ്പോൾ തന്നെക്കുറിച്ച്, മശിഹായെക്കുറിച്ച്, വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച്, അബ്രഹാമിൻ്റെ സന്തതി, ദാവീദിൻ്റെ സന്തതി എന്നൊക്കെ അറിയപ്പെട്ട സ്ത്രീയുടെ സന്തതിയായ ആ യേശുവിനെക്കുറിച്ച് ആണ് പഴയ മുതൽ സകല പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത്. അതുതന്നെ ഇവരോട് തന്നെ വീണ്ടും സംസാരിക്കുമ്പോൾ 44 മുതലുള്ള വാക്യങ്ങൾ അതേ അധ്യായത്തിൽ, പിന്നെ അവൻ അവരോട് ഇതാകുന്നു, നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ കർത്താവ് യേശുവിനെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സംഭവിക്കണം. അതുകൊണ്ട് പുതിയ പലപ്പോഴും നമ്മൾ കാണാം, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ സംഭവിച്ചു, തിരുവെഴുത്തിന് നിവൃത്തിയായി. ക്രിസ്തുവിൻ്റെ ജീവിതം തിരുവെഴുത്തുകളാൽ നിയന്ത്രിക്കപ്പെട്ടു, വചനപ്രകാരം ജീവിച്ചു. വചനം ജഡമായവനാണ്. ഇപ്പം തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവിടെ ബുദ്ധിയെ തുറന്നു. എന്നിട്ട് പറഞ്ഞു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കുക വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ സാക്ഷികളാണ്. തിരുവെഴുത്ത് എഴുതി വച്ചിരിക്കുകയാണല്ല. അത് വളരെ വ്യക്തമായിട്ട് പഴയ പ്രവാചകന്മാർ പറയും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 39-46 വാക്യങ്ങളിലും മറ്റു ഉദാഹരണം കാണാം. യോഹന്നാൻ 5-ൻ്റെ 39-ാം വാക്യത്തിൽ തിരുവെഴുത്തുകൾ പരിശോധിക്കുന്ന യഹൂദന്മാരെക്കുറിച്ച് ക്രിസ്തു ഇങ്ങനെ പറയും, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. തിരുവെഴുത്തുകൾ പഠിക്കുന്ന ഒരാൾ യേശുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ പഠനം തെറ്റിപ്പോയി. തിരുവെഴുത്തുകൾ പഠിച്ച ഒരാൾ യേശുവിനെ ദൈവമല്ലെന്ന് പറയുകയാണെങ്കിൽ അയാളുടെ പഠന രീതി തെറ്റി. ആ പഠനത്തിൻ്റെ പിന്നിലുള്ള ആത്മാവ് ഉദ്ദേശവും തെറ്റി. തിരുവെഴുത്ത് പഠിക്കുന്ന ഒരാളാണ്, തിരുവെഴുത്തുകളുടെ സാക്ഷ്യമാണ് ക്രിസ്തു. തിരുവെഴുത്തുകൾ യേശുവിനെ സാക്ഷ്യം പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ 46-ാം വാക്യത്തിൽ യേശു അവരോട് വീണ്ടും ഓർമ്മിപ്പിക്കും, നിങ്ങൾ മോശയെ വിശ്വസിച്ചു, അതായത് മോശ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ മോശയെ നിങ്ങൾ വിശ്വസിച്ചുവെങ്കിൽ എന്നെ വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഓരോ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോഴും അവിടെ ദൈവത്തെക്കുറിച്ച് എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കണം. ഇത് അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിലും കാണാം. പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, ദൈവ ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തൊക്കെ യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗ്ഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു എന്ന് മോശ പറഞ്ഞ വചനങ്ങൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്യും. പിന്നെ ശമൂവേൽ പറഞ്ഞതിനെക്കുറിച്ച് പറയും. പെന്തക്കോസ്ത് നാളിൽ ദൈവം അബ്രഹാമിൽ അരുളി ചെയ്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. അത് നിങ്ങളാണ് ആ സന്തതി പരമ്പരയപ്പെട്ടവർ. 2 തിമോത്തിയോസ് 15 മുതൽ 17 വരെ നമുക്ക് കാണാം. തിരുവെഴുത്ത് എന്തിനു വേണ്ടി? ദൈവശ്വാസിക തിരുവെഴുത്തുകൾ മനുഷ്യനെ എന്താക്കുന്നു? ബാല്യം മുതൽ നീ അറിഞ്ഞ തിരുവെഴുത്തുകളെ പഠിച്ച് നിശ്ചയം പ്രാപിക്കണം. പഴയകാലത്തെ പ്രവാചകന്മാരെ നിയന്ത്രിച്ചത് ക്രിസ്തുവിൻ്റെ ആത്മാവാണെന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനം. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ തിരുവെഴുത്തുകളുടെ പ്രവചനങ്ങളെക്കുറിച്ച് 2-ാം ലേഖനം പത്രോസിൻ്റെ. ഇപ്പോൾ തിരുവെഴുത്തുകളുടെ ആധികാരികമായ സാക്ഷ്യം യേശുവിനെക്കുറിച്ചുണ്ട്. ഇപ്പോൾ ദൈവനീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുദ്രയുള്ളതാണ്, തിരുവെഴുത്തുകളുടെ സാക്ഷ്യമുള്ളതാണ്. നിഴലായും പ്രവചനങ്ങളായും വാഗ്ദാനങ്ങളായും പഴയത്തിൽ പലവിധമായ രീതിയിൽ വരാനിരിക്കുന്ന മഷികയിലൂടെ ദൈവനീതി, ആ മാർഗത്തെക്കുറിച്ച് ദൈവം മുൻകൂട്ടി അറിയിച്ചു. തുടരാം അടുത്ത പഠനത്തിൽ കൂടുതൽ വിശദമായിട്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ നീതീകരണം എന്ന വിഷയം ആരംഭിക്കുകയാണ്. 3:20-21 മുതൽ. ഇപ്പോൾ റോമലേഖനം പഠിക്കുമ്പോൾ ആദ്യ രൂപരേഖ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കണം. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെ ആമുഖം, 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20 വരെ ശിക്ഷാവിധി. ഇവിടെ സകല മനുഷ്യരും യഹൂദ യവന വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും പാപത്തിൻ്റെ കീഴാകും തെളിയിച്ചു. ദൈവം കൊടുത്ത വെളിപാടുകളെ നിഷേധിച്ച പുറജാതികളും യഹൂദന്മാരും ഒരുപോലെ ശിക്ഷാവിധി കീഴിലാണ്. അതായത് ദൈവനീതി ആവശ്യമുള്ളവരാണ്. ന്യായപ്രമാണം അവരെ സഹായിക്കുന്നില്ല. ന്യായപ്രമാണം പൂർണ്ണമായി ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ന്യായപ്രമാണം ഉദ്ദേശം അവർ മനസ്സിലാക്കിയില്ല. അപ്പോഴാണ് ദൈവത്തിൻ്റെ നീതി. അതെങ്ങനെ വരുന്നു? ദൈവം അയച്ചതിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന നീതി. ദൈവം അവരെ തൻ്റെ മുമ്പിൽ നിർത്താൻ യോഗ്യരാക്കും. ഒറ്റ നിബന്ധന,
കർത്താവ് യേശുവിനെ വിശ്വസിക്കുക, തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുക. അതാണ് ദൈവം പിന്നിൽ നിൽക്കാനുള്ള യോഗ്യത. ഇത് കൃപയാൽ ദൈവം നൽകി തന്ന ക്രമീകരണമാണ്. പക്ഷേ ദൈവം ബലപ്പെടുത്തിയാണ് കൃപയാൽ. നമുക്ക് സ്വയം ബലമില്ല. അഭക്തരും ബലഹീനരും പാപികളും ശത്രുക്കളുമാണ്. ദൈവം തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് നമ്മളൊന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, കർത്താവ് യേശുവിനെ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരെ ദൈവം നീതീകരിക്കും. അതാണ് ദൈവത്തിൻ്റെ മാർഗം. തുടരാം അടുത്ത പഠനത്തിൽ. ഇപ്പോൾ എല്ലാ പഠനങ്ങളും ഒരു പഠനത്തിലൂടെ മാത്രം നമുക്ക് എല്ലാം കാണാൻ കഴിയില്ലെന്ന് മറക്കരുത്. വിശദമായി പഠിക്കണം. ശിക്ഷാവിധിയെക്കുറിച്ച് നമ്മൾ ഏകദേശം പൂർണ്ണമായി പഠിച്ചു. ഇനി നമ്മൾ നീതീകരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.